സഹോദരങ്ങളെ, ജിന്നും മലക്കും അഭൗതികമാണ് എന്നാണ് ഇവർ പറയുന്നത്, ഉസ്താദുമാർ പറയുന്നത്. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ആദർശം വിട്ട് പോയിട്ടുള്ള ആളുകൾ, ആ ആളുകൾ പറയുന്നത് ഇതേ കാര്യ, മലക്കും ജിന്നും അഭൗതികമാണ്. ഞങ്ങൾ പറയില്ല. എന്താ പറയാത്ത? അതിനെപ്പറ്റി വിവരമുണ്ട്, വിവരമില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ഖുർആൻ റംദാസിയും ദായും തമ്മിൽ ബന്ധമുണ്ട്, നിങ്ങൾക്കറിയാലോ. രണ്ടാളും ഇക്കസുനികളാണ്, രണ്ടാളും പാണക്കാട് തങ്ങന്മാർ അംഗീകരിക്കുന്നവരാണ്, ചില്ലറ വ്യത്യാസത്തോടെ. അവിടെ കട്ടെ, എന്താണ് മലക്കുകളുടെ വിശ്വാസം മുജാഹിദുകളുടേതാണ്? ഞാൻ വിശുദ്ധ ഖുർആൻ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷ, അതിൽ നിന്നൊരായത്ത് വായിക്കാം, നിങ്ങൾ കേട്ടോളൂ. സൂറത്ത് റഅദ് 13-ാമത്തെ അധ്യായമാണ് സൂറത്ത് റഅദ്. ഇടിനാദം എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിലെ 11-ാമത്തെ വചനം, അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ച് കളിപ്പിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനത്തിൽ പറയുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യം, മനുഷ്യനെ സംരക്ഷിക്കുന്ന മനുഷ്യന്റെ മുന്നിലൂടെയും മനുഷ്യന്റെ പിന്നിലൂടെയും അവനെ സഹായിക്കുന്ന ആരുണ്ട്? ഹഫളത്തിന്റെ മലക്കുകൾ. അതിവിടെ ദാരിമി പറയും ചെയ്തു. ആ ഹഫളത്തിന്റെ മലക്കുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലഹു മുഅഖിബാതും മിൻ ബനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. ഇതൊരു ഖുർആന്റെ വചനാണ്, ശരിക്കും ശ്രദ്ധിക്കണം. ഇത് റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തുടരെ മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എന്റെ വാക്കും ഞാൻ പറഞ്ഞില്ല, അള്ളാഹുവിന്റെ ശാസനപ്രകാരം തുടരെ മനുഷ്യരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ഏതെങ്കിലും മിനിറ്റിലല്ല, എപ്പോഴും മുന്നിലൂടെയും പിന്നിലൂടെയും. അത് അള്ളാന്റെ കൽപ്പന പ്രകാരം. അള്ളാന്റെ കൽപ്പന പിൻവലിച്ചാലോ ആ സംരക്ഷണവും പിൻവലിക്കപ്പെടും. നോക്കൂ, അള്ളാഹ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സംരക്ഷണത്തിന്റെ കഴിവ് അള്ളാഹ് വേറൊരാൾ കൊടുക്കാം. അള്ളാന്റെ കഴിവ് അഭൗതികമാണ്, കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, വേറൊരാൾ കൊടുക്കണ്ട. ഉദാഹരണം, ഒരു ഫാന് വർക്ക് ചെയ്യണം, അതിനെന്താ കാര്യകാരണ ബന്ധം ഉണ്ട്. ഈ മൈക്ക് വർക്ക് ചെയ്യണം, കാര്യകാരണമുണ്ട്. പിന്നെ നമ്മൾ ചവിട്ടി അതിനെ സ്റ്റാർട്ട് ചെയ്യും, അടിച്ച് സ്റ്റാർട്ടാക്കണേ, ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ഈ പ്രപഞ്ചത്തെ അള്ളാഹ്ക്ക് നിയന്ത്രിക്കണേ, ഒരു കാര്യകാരണ ബന്ധമാണോ അള്ളാഹ്ക്ക്? അതാണ് അഭൗതികത. എനിക്ക് കേട്ടോ, ഈ ആയത്ത് കേട്ടോ, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ മുന്നിലും പിന്നിലും നിയുക്തരായിട്ടുള്ള മലക്കുകളുണ്ട്. മനസ്സിലായോ? അങ്ങനെ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ സംരക്ഷണം കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അഭൗതികമാണോ? അള്ളാഹ് സംരക്ഷിക്കുന്ന പോലുള്ള സംരക്ഷണമാണോ എന്ന് നാടൻ മനുഷ്യന്മാർ. അള്ളാന്റെ സംരക്ഷണത്തിന്റെ കാര്യകാരണ ബന്ധം നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് ജിബ്രീൽ കൂടെ പൊയ്ക്കുവാറുണ്ട്. ആ അർത്ഥം എന്താ? ജിബ്രീലിനെ ഇദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹ് നിയോഗിച്ചു. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 25,000 കിലോമീറ്റർ നടന്നപ്പോ അദ്ദേഹം ക്ഷീണിക്കാതിരിക്കാൻ ജിബ്രീൽ കൂടെ ഉണ്ടായിരുന്നു. അതാ സംരക്ഷണത്തിന്റെ മലക്ക്. അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലാണ്. ജിബ്രീലിന് കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി കഴിവുണ്ട് എന്ന് വന്നാൽ ജിബ്രീലിനെ അള്ളാഹുവിൽ നമ്മൾ സമന്മാരുണ്ടാക്കി. കേന്നമിന്റെ ആളുകൾക്ക് സംഭവിച്ചാതാ, മടവൂർ വിഭാഗത്തിന് സംഭവിച്ചാതാ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർക്ക് സംഭവിച്ചാതാ. കാരണം മലക്കുകളുടെ സഹായം കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ തൗഹീദ് സമഗ്ര പഠനം എന്ന പുസ്തകം വായിക്കുന്നവർക്കറിയാം. അപ്പൊ വളരെ മുജാഹിദുകളുടെ വിശ്വാസം ഷാർപ്പാണ്. ഇനി നിങ്ങൾ പറ, മലക്കിന്റെ സംരക്ഷണം അള്ളാഹ് സംരക്ഷിക്കുന്ന പോലെയാണോ? അതാണ് അഭൗതികം. എങ്കിലേ മലക്ക് അഭൗതികവും. ഇനി ഇതിനെന്താ പറയാ? ഈ ലൈറ്റ് കത്തുമ്പോ ഈ അവസ്ഥക്ക് എന്താ പറയാ? ഇവിടെ പ്രകാശമുണ്ട്, സമ്മതിച്ചോ? ഇവിടെ പ്രകാശമുണ്ടെന്ന് സമ്മതിച്ചോ? പ്രകാശം ഭൗതികമാണോ അഭൗതികമാണോ? പറ, നിങ്ങൾ പറ, പ്രകാശം ഭൗതികമാണോ അഭൗതികമാണോ? പ്രകാശം ഭൗതികല്ലേ? പ്രകാശം ഭൗതികമായ ഒരു കാര്യല്ലേ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ നൂറുസ് സമാവാത്താണ്, ആകാശഭൂമികളുടെ വെളിച്ചമാണ്. അള്ളാന്റെ വെളിച്ചം കെടുവോ? പറ. ഇത് കെട്ടുപോകൂലേ? കെട്ടുപോവും. ചാർജ് ചെയ്യുന്ന കെടും, വൈദ്യുതിയിലെ കെട്ടുപോവും.
ഇത് അഭൗതികാണോ പ്രകാശം? അല്ല. പ്രകാശത്താൽ പടക്കപ്പെട്ട മലക്ക് പിന്നെ എങ്ങനെ അഭൗതികാകുക? ഇത് ബാക്കിയുള്ളവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. ജിന്നിനെ പടക്കപ്പെട്ടത് അഗ്നിയുടെ ജ്വാലയില്ലാത്ത എല്ലാവർക്കും അറിയാം. ജിന്നിനെ പടക്കപ്പെട്ടത് അങ്ങനെയാണ്. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം, ഈ അഗ്നി എന്നൊക്കെ പറയുന്നത് ഭൗതികമാണ്. ആ ഭൗതികമായ ഒരു വസ്തു കൊണ്ട് ഉണ്ടാക്കിയ വസ്തു എങ്ങനെ? ഉദാഹരണം, പ്യൂർ തേക്ക് കൊണ്ട്, എല്ലാ തേക്ക് കൊണ്ട്, അതിന്റെ ആണി വരെ തേക്ക് കൊണ്ട് അങ്ങനെ ഒരു മേശ നിർമ്മിച്ചാൽ തേക്ക് ഇരുമ്പിൻ്റെതാണെന്ന് ആരെങ്കിലും പറയൂ? പറയില്ല. ഒരു ഭൗതിക വസ്തു കൊണ്ട് നിർമ്മിച്ചത് എങ്ങനെ അഭൗതികാകുക? മൂന്ന് കൂട്ടരോടും കൂടിയാണ്, സമസ്തക്കാരോടും മാർക്കസുദേവക്കാരോടും കേന്ദ്രമാരോടാണ് ചോദ്യം. അല്ല ഭൗതികമായി സൃഷ്ടിച്ചൊരു വസ്തു അതിനെങ്ങനെ അഭൗതികാകുക? മറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് അഭൗതികാവൂല. അത് അദൃശ്യ എന്ന് പറയാ, മറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാ. വെളിവായാലോ? വെളിവായി എന്ന് വിചാരിക്കുക. അപ്പോഴോ സുലൈമാൻ നബിയുടെ സദസ്സിൽ വെളിവായ ജിന്നുകളില്ലേ? ഉണ്ട്. അതുകൊണ്ട് വെളിവായി എന്നുള്ളതുകൊണ്ട്, മറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് മറഞ്ഞു നിൽക്കുമ്പോ അഭൗതികം, ഇങ്ങോട്ട് വരുമ്പോ ഭൗതികാവോ? എന്ത് പൊട്ടപ്പോയതാണ് ഈ പറയണത്? വിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തറിയോ? തിരിച്ചറിവ് എന്നാണ്. അതുകൊണ്ടുള്ള പേര് സ്വീകരിച്ച്. ഞങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ പേര് സ്വീകരിച്ചു. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കുക. നുണ പറയണതിന് ദാരിമി, എനിക്ക് നിങ്ങളോട് നല്ല ബഹുമാനം ഉണ്ടായി. സത്യം. ഞങ്ങളെ പറ്റി ചെലക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ദാരിമി പറഞ്ഞു നല്ല ഭാഷയായിരിക്കണം, ഞങ്ങൾ നല്ല ഭാഷക്കെതിരായി ഒന്നും കുറച്ച് കടുപ്പിച്ച് പറയുന്ന ആളാ ഞാൻ. ഭാഷയൊന്നും തെറ്റാറില്ല, അർഹതപ്പെട്ടതേ പറയാറുള്ളൂ, ചീത്ത പറയാറില്ല. പക്ഷെ നിങ്ങൾ രണ്ട് മൗലവിമാർ ഇവിടെ വന്ന് ചെലക്കുന്നു എന്ന് വരെ ദാരിമി പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ വീണ്ടും കേട്ടോളൂ. ഞാൻ പറഞ്ഞ നുണയാണെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. അപ്പോ ദാരിമി, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ദാരിമി അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. ദാരിമി ഇരുന്നപ്പോ കാറ്റെട്ടിയതാ. തൊട്ടടുത്ത ഒരാളെടുത്ത് ഇരുന്നീനല്ലോ, ഒരാളെ ചെവിയിൽ പറഞ്ഞപ്പോ തട്ടിയ കാറ്റാ. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ആൾ ചെവിയിലേക്ക് വെച്ചപ്പോ ഒരു തെറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു തെറി പറയണേ, എന്നാലും എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. ചിലപ്പോ മറ്റേ ചങ്ങായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞാൽ ഇരിക്കാതെ പോട്ടെ.